മൂന്നാമത്തെ കണ്ടീഷൻ, നമ്മുടെ തല കറങ്ങിപ്പോകുന്ന ഒരു കണ്ടീഷനാണ് ആ വീട്ടുകാർ വെച്ചത്. ഈ മരണത്തെ തുടർന്ന് അവർക്ക് കാരിത്താസിൽ 2 ദിവസം വെക്കേണ്ട വന്നു, വീട്ടിൽ പന്തലിടേണ്ട വന്നു. ഇതിന്റെ എല്ലാ ചെലവുകളും നോബി തരണം. നോബി തന്നാൽ ഈ ബോഡി വിട്ടുകൊടുക്കാമെന്നാണ് പറഞ്ഞത്. ഷൈനിയും പിള്ളേരും ആത്മഹത്യ ചെയ്ത വിഷയത്തിൽ കുറച്ചുകൂടെ തെളിവുകൾ നിലവിൽ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. കുറച്ചു മുന്നേ മറുനാടൻ ചാനലിനകത്ത് ഒരു വോയിസ് പുറത്തു വിട്ടിട്ടുണ്ട്. അതായത് നമ്മളെല്ലാവരും സംശയിച്ച പോലെ തന്നെ ഈ ഷൈനിയുടെ മരണത്തിന്റെ പിന്നിൽ ഇവരുടെ വീട്ടുകാർക്ക് നല്ല പങ്കുണ്ട്. അതായത് ഷൈനിയുടെ അച്ഛൻ്റെയും അമ്മയുടെയും ആ ഒരു ഇന്റർവ്യൂ കണ്ട സമയത്ത് തന്നെ നമുക്ക് എല്ലാവർക്കും ഒരു സംശയം തോന്നിയിട്ടുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് ഈ കുര്യാക്കോസ് എന്ന് പറയുന്ന ഒരു വ്യക്തി വളരെ ചിരിച്ച് കളിച്ചൊക്കെ വന്നിരുന്ന് വീഡിയോയ്ക്കകത്ത് സംസാരിക്കുന്നതെന്ന്. അതായത് ഒരു മകള് മരിച്ചു പോയതിന്റെ വിഷമം പോലും അയാളുടെ മുഖത്തില്ലായിരുന്നു. ഉള്ള കാര്യം എന്ന് പറയാമല്ലോ. എന്തായാലും ഇപ്പം അയാൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഒരു വോയിസ് ആണ് നിലവിൽ പുറത്തു വന്നിരിക്കുന്നത്. അതായത് ഷൈനി മരിച്ചിട്ട് ഷൈനിയുടെ ഡെഡ് ബോഡി ഭർത്താവിന്റെ വീട്ടുകാർക്ക് വിട്ടുകൊടുക്കണമെങ്കിൽ അവിടെ വീട്ടിലുണ്ടായ കുറച്ച് ചെലവുകളും കാര്യങ്ങളും എല്ലാം ഈ പറയുന്ന നോബി പരിഹരിക്കണം. അതായത് പച്ചയ്ക്ക് പറഞ്ഞു കഴിഞ്ഞാൽ വില വേശുവാണ്. ഷൈനിയുടെ മരിച്ചു കിടക്കുന്ന ബോഡി വെച്ചിട്ടാണ് ആ പുള്ളിക്കാരൻ വില വേശുന്നത്. കഷ്ടം തോന്നുന്നു എനിക്ക് സത്യം പറഞ്ഞാൽ. ഇങ്ങനെ മനുഷ്യരുണ്ടോ? ശരിക്കും പറഞ്ഞാൽ ആ ഷൈനിയും പിള്ളേരും മരിക്കാനായിട്ടുള്ള പ്രധാന കാരണം അവരുടെ വീട്ടുകാരും കൂടിയാണ്. കാര്യം നമുക്ക് എല്ലാം ഈ പറയുന്ന ഭർത്താവിന്റെ വീട്ടുകാരാണെന്നുള്ള രീതിയിൽ പറയാൻ പറ്റത്തില്ല. ഭർത്താവിന്റെ വീട്ടുകാരെന്ന് പറഞ്ഞാൽ നാറികളാണ്, അത് സത്യം തന്നെ. പക്ഷെ എന്നാൽ പോലും ഒരു പരിധി വരെ ഈ വീട്ടുകാർക്കും പങ്കുണ്ട്. ആ രീതിയിലാണ് ഈ ഒരു വോയിസ് ഇപ്പം തെളിയിക്കുന്നത്. എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോകാം. വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഷൈനി ഇവിടുന്ന് പോയതിനു ശേഷം ഷൈനിയും ഷൈനിയുടെ ഫാദറും ഇവിടെ ഈ കുട്ടികളെ അലീനയെ വേനയെ സ്കൂളിൽ ചേർക്കാൻ വേണ്ടി ഒരു സർട്ടിഫിക്കറ്റിന് വേണ്ടിയും പിന്നെ ഒരു മാരേജ് സർട്ടിഫിക്കറ്റ്, ഇവരുടെ കേസിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഒരു മാരേജ് സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ടും നമ്മുടെ ചുങ്ങമ്പള്ളി വികാരിച്ചനെ കാണാൻ വന്നിരുന്നു. അന്നും അച്ഛൻ പറഞ്ഞു ഈ കേസിലേക്കൊന്നും പോകാതെ നമുക്ക് സംസാരിച്ച് തീർക്കാം എന്ന് പറഞ്ഞപ്പോൾ ഈ ഷൈനിയുടെ ഫാദർ പറഞ്ഞ ഒരു കാരണവശാലും ഞങ്ങൾ സംസാരിച്ച് തീർക്കാൻ പോകുന്നില്ല, കാരണം അവൾക്ക് അതുപോലെ അനുഭവങ്ങൾ ആ വീട്ടിൽ നിന്നുണ്ടായി, അതുകൊണ്ട് ഞങ്ങൾ ഒരു തരത്തിലും സമ്മതിക്കില്ല എന്നുള്ളത്. അപ്പം നമുക്ക് ഇങ്ങനെ നിൽക്കുന്ന ഒരു സ്ഥലത്ത് വികാരിയച്ഛനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ഇത് പറയാനല്ലേ പറ്റുള്ളൂ. പണ്ട് കാലമൊക്കെ ആയിരുന്നെങ്കിൽ ശരിയായി വികാരിയച്ഛന്മാർ നമ്മുടെ വീട്ടിൽ വന്ന ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കേടാ അച്ഛൻ പറഞ്ഞാലേ അത് ചെയ്യും. ഇപ്പോ അങ്ങനെ അച്ഛൻ പറഞ്ഞാൽ കേൾക്കുന്ന എത്ര കുടുംബങ്ങളുണ്ട് നമുക്കൊക്കെ അറിയാമല്ലോ. എല്ലാ വീട്ടിലും വഴക്കുകളും ബഹളവും ഉണ്ട്. അത് അച്ഛൻ വന്ന് സംസാരിച്ചാൽ തീരുമോ? ഓക്കെ, ഇതിൽ ഈ പുള്ളി സംസാരിക്കുന്ന വിഷയങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രധാനമായിട്ടും ഈ നോബിയുടെ ഈ പറയുന്ന ഒരു അനുജൻ എന്നങ്ങോട്ട് പറയുന്ന ഒരുത്തനുണ്ടല്ലോ, ഒരു അച്ഛനാന്ന് പറയുന്നത്, അവന്റെയൊക്കെ ഒരു ശരിക്കുള്ള ഒരു സ്വഭാവമാണ് ഈ ഒരു വോയിസിനകത്തൊക്കെ പറയണത്. ഇതിന്റെ ഒരുപാട് ലെങ്തി ആയിട്ടുള്ള വോയിസ് ഉണ്ട്. അത് മറുനാടൻ എന്ന് പറയുന്ന ചാനലിനകത്ത് ചെന്നാൽ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. അതായത് വളരെ വിശദമായിട്ട് പറയുന്നുണ്ട് പല കാര്യങ്ങളും. അതായത് പ്രത്യേകിച്ച് ഈ ഷൈനി ആത്മഹത്യ ചെയ്ത് കഴിഞ്ഞതിന് ശേഷവുമുള്ള കാര്യങ്ങളാണ് പറയണത്. അതായത് ഒരാൾ ആത്മഹത്യ ചെയ്ത് കഴിഞ്ഞതിന് ശേഷവും പിന്നെ ആ ഒരു വ്യക്തി വെറുതെ വിടാതെ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളും അല്ലെ ഇങ്ങനെയൊക്കെയുള്ള പ്രവൃത്തികളൊക്കെ ചെയ്യുമെന്ന് പറയണത് അത്ര ശരിയുള്ള പരിപാടിയല്ലത്. ശരിക്കും പറഞ്ഞാൽ ഈ വീട്ടുകാരുടെയൊക്കെ പേരിലൊക്കെ കേസ് എടുക്കണം. ഈ ഷൈനിയുടെ അച്ഛന്റെ പേരിലൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ കേസ് എടുക്കേണ്ടത് ഈ ഒരു വിഷയത്തിൽ. കാര്യം ആത്മഹത്യ പ്രേരണ കുറ്റത്തിന് ഇവരെല്ലാവരും കൂടി വരും. ഇവരെല്ലാവരും അതിന് കാരണക്കാരാണ്. വാശിയിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഒരിക്കലും അത് തീരില്ല. കാരണം നമ്മളൊരു കേസുമായിട്ട് കോടതിയിലേക്ക് നീങ്ങുകയാണെങ്കിൽ പിന്നെ വക്കീലാണ് നമ്മുടെ ദൈവം. വേറെ നമുക്ക് യേശുക്രിസ്തു എന്നൊരു ദൈവം പോലും ഇല്ല. വക്കീലാണ് നമ്മുടെ ദൈവം. ഞാൻ പറഞ്ഞ ശരി, ഞാൻ എന്റെ ഭാഗമായിട്ടാണ് പറഞ്ഞ, നിങ്ങൾക്ക് എല്ലാവർക്കും അങ്ങനെ ആകണമെന്ന് യാതൊരു നിർബന്ധവും എനിക്കില്ല. ഇനി ഈ പിള്ളേർക്ക് ഈ പൈസ കൊടുക്കുക എന്നുള്ളത് അല്ലെങ്കിൽ കൊടുക്കുന്നില്ല എന്നുള്ളത് ഈ അച്ഛനും അറിയാമായിരുന്നല്ലോ. തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ഇതിന്റെ ധാർമ്മിക ഉത്തരവാദിത്വമുണ്ട്. ആ പിള്ളേർക്ക് പൈസ എത്തിച്ചു കൊടുക്കണം. അല്ലെങ്കിൽ എടാ നോബി നിന്റെ പിള്ളേരാണ്, നീ അവന് പൈസ അയച്ചു കൊടുക്കും. അത് പറയാനുള്ള ഒരു ധാർമ്മിക ബോധം അല്ലെങ്കിൽ ധാർമ്മിക ഉത്തരവാദിത്വം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അച്ഛൻ എന്ന നിലയിൽ ആ ഉത്തരവാദിത്വം നിറവേറ്റുന്നതിൽ അദ്ദേഹം പരാജയപ്പെട്ടു. തന്നെയല്ല, ഈ അച്ഛൻ ഈ വീട്ടുകാരുടെ വാക്കും കേട്ട് ആ വാശിപ്പുറത്ത് തന്നെ നിൽക്കുകയായിരുന്നു. നിങ്ങൾക്കറിയാലോ, പോലീസ് സ്റ്റേഷനിൽ കരിങ്ങന്നം പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോൾ പോലും അവിടെ സ്റ്റേഷനിൽ അച്ഛനാണ് കൂടുതൽ സംസാരിച്ചത്. അച്ഛൻ പറഞ്ഞത് ഈ കേസായിട്ട് തന്നെ പൊക്കോട്ടെ. ഈ ഷൈനി കുറച്ച് പൈസ എടുത്ത കാര്യം പറയുന്നുണ്ടല്ലോ, ഷൈനിയുടെ വീട്ടിലേക്ക് എടുത്ത പൈസയല്ല. ആ സമയത്താണ് ഈ വീടിന്റെ മെയിൻ്റനൻസും എല്ലാം നടക്കുന്ന ആ സമയത്ത് എടുത്ത പൈസ ആ വീട്ടിലേക്ക് തന്നെ എടുത്തതാ. പക്ഷെ അതിനൊരു കണ്ടീഷൻ അവർ വെച്ച്, ഈ പൈസ ഞങ്ങൾ അടയ്ക്കാൻ തയ്യാറാണ്. എങ്ങനെ? ഷൈനിയുടെ പേരിൽ ഒരു കാറുണ്ട്, ഷൈനിയുടെ പേരിൽ ഒരു പിക്കപ്പ് ഉണ്ട്, പിന്നെ ഷൈനിയുടെ പേരിൽ ഒരു ഇൻഷുറൻസ് ഉണ്ട്. ഇത് മൂന്നും നോബിയുടെ പേരിലേക്ക് ആക്കിയാൽ ഈ പൈസ അടയ്ക്കാമെന്ന് അച്ഛൻ അവിടെ സമ്മതിച്ചതാണ്. അച്ഛനെന്ന് പറയുന്ന ഈ ഒരുത്തനുണ്ടല്ലോ, അവനെയൊക്കെ ശരിക്കും പറഞ്ഞാൽ ഈ നാറിന്ന് വിളിച്ച് ഞാൻ അടുത്ത് സത്യം പറഞ്ഞ
ഇവനെയൊക്കെ ശരിക്കും എന്താ വേണ്ട? ഇവനെയൊക്കെ സഭയിൽ നിന്ന് തന്നെ പിരിച്ചു വിടുക. ഇയാൾ ആ വൈദികൻ എന്ന് പറയുന്ന ആ ഒരു പൊസിഷൻ ഉണ്ടല്ലോ, അതിന് കൊടുക്കുന്ന അതിനെങ്കിലും ഒരു റെസ്പെക്റ്റ് കൊടുക്കുക. അത് ഒരു സ്ത്രീകളോടെയും ഇത്രയും ക്രൂരമായിട്ട് പെരുമാറാതിരിക്കുക. കാര്യം വളരെ തോന്നിവാസമാണ് കാണിച്ചു വെച്ചിരിക്കുന്നതല്ല. കാര്യം അത്രത്തോളം മാനസികമായിട്ട് ഈ പറയുന്ന ഷൈനിയെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. ഒരു വ്യക്തിയെ നമ്മൾ എത്രത്തോളം തകർക്കാവോ അതിന്റെ അറ്റം വരെ തകർത്ത്. കാര്യം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ജോലിയുടെ കാര്യം തന്നെ നമുക്ക് എടുക്കാം. പലയിടത്തും ജോലികൾ അന്വേഷിച്ചു പോയി, അവസാനം ജോലി ഉള്ള സ്ഥലങ്ങളിൽ നിന്ന് തന്നെ ഇപ്പോൾ പിരിച്ചുവിടാനായിട്ടുള്ള ശ്രമങ്ങൾ, എന്തെല്ലാം കാര്യങ്ങൾ ഇതിൻ്റെ ഇടയ്ക്കൂടെ നടത്തി. ഇനിയാണ് നിങ്ങൾ ഇതിനകത്ത് കേൾക്കേണ്ട ഒരു കാര്യം, അതായത് ഈ അച്ഛൻ്റെ റോള്, ഈ കുര്യാക്കോസ് എന്ന് പറയുന്ന ഒരു വ്യക്തി ഉണ്ടല്ലോ, ആ വ്യക്തിയുടെ ഇൻവോൾവ്മെന്റ് ഈ ഒരു കാര്യത്തിൽ, അതായത് സ്വന്തം മകളുടെ ഡെഡ് ബോഡി എടുത്ത് വെച്ചിട്ട് വില പേശുന്ന ഒരു തന്ത. വാസ്തവമായ കാര്യമാണ് കേട്ടോ, തെറ്റല്ല, വാസ്തവമായ കാര്യം. പിന്നെ ഞാൻ ആ കണ്ടീഷൻസിന്റെ കാര്യം പറഞ്ഞല്ലോ, എനിക്ക് അത്രയും വിശ്വസിക്കാവുന്ന ഒരാളാണ് എന്നോട് ഈ കണ്ടീഷനെ പറ്റി പറഞ്ഞത്. അതിനുശേഷമാണ് ഒരു 3 ദിവസം മുമ്പാണ് ഞാൻ കൃത്യമായിട്ട് അറിയുന്നത് ഇതിന് 3 കണ്ടീഷൻസ് ആണ് ഉണ്ടായിരുന്നത്. 1, നോബിയും പിള്ളേരും അവിടെ വരണം. 2, അവിടെ കുറച്ചു നേരം ആ വീട്ടില് പൊതുദർശനത്തിന് വരണം. 3ാമത്തെ കണ്ടീഷൻ, നമ്മുടെ തല കറങ്ങിപ്പോകുന്ന ഒരു കണ്ടീഷനാണ് ആ വീട്ടുകാർ വെച്ചത്. ഈ മരണത്തെ തുടർന്ന് അവർക്ക് കാരിത്താസിൽ 2 ദിവസം വെക്കേണ്ട വന്നു, വീട്ടിൽ പന്തലിടേണ്ട വന്നു. ഇതിന്റെ എല്ലാ ചെലവുകളും നോബി തരണം. നോബി തന്നാൽ ഈ ബോഡി വിട്ടുകൊടുക്കാമെന്നാണ് പറഞ്ഞത്. കേട്ടല്ലോ സംഭവം? സ്വന്തം അച്ഛൻ പറഞ്ഞ ഡയലോഗാണ്. അതായത് ഷൈനിയുടെ സ്വന്തം പിതാവ് കുര്യാക്കോസ് പറഞ്ഞ കാര്യമാണിത്. അതായത് ഒരു മകള് മരിച്ചവിടെ കിടക്കുവാണ്. ആ മകളുടെ ഡെഡ് ബോഡി ഭർത്താവിന്റെ വീട്ടുകാർക്ക് കൊടുക്കണം. ആ ഭർത്താവിന്റെ വീട്ടുകാർക്ക് വിട്ടു കൊടുക്കണമെങ്കിൽ അവിടെ ഉള്ള ചെലവും കാര്യങ്ങളും എല്ലാം സെറ്റിൽ ചെയ്യണം. പന്തല് കാശും പിന്നെ വേറെ എന്തൊക്കെയോ കാശുകളെല്ലാം കൂടെ സെറ്റിൽ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഈ പറയുന്ന ഡെഡ് ബോഡി വിട്ടുകൊടുക്കത്തോളെന്ന്. അപ്പം ഇതുപോലെ ഒരു തന്ത എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. ഇങ്ങനെ മനുഷ്യന്മാരുണ്ടൂടെ? ഇയാൾക്ക് ഒരു ഉളുപ്പമില്ലാതെ വന്ന് ആ ഇൻ്റർവ്യൂവിൽ സംസാരിച്ചപ്പോഴേ എനിക്ക് നല്ല സംശയം ഉണ്ടായിരുന്നു. ഇപ്പം ഈ ഒരു കാര്യത്തിനകത്ത് ഇപ്പം ബോധ്യപ്പെട്ട് എന്തായാലും ഈ ഒരു വോയിസ് പുറത്തുവിട്ട് ഈ പറയുന്ന ഈ മറുനാടനായാലും ഈ പറയുന്ന ബാക്കി ആരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊക്കെ വലിയൊരു കയ്യടി ഞാൻ കൊടുക്കുന്നു. കാര്യം ഇത് ചെയ്യണം. ഇത് ചെയ്ത് കഴിഞ്ഞാലേ ഇയാളുടെ റിയൽ സ്വഭാവം പബ്ലിക്കിന് അറിയാൻ പറ്റത്തുള്ളൂ. ഈ പറയുന്ന പോലെ തന്നെ ഈ തന്തയുടെ ഇൻ്റർവ്യൂ വന്ന സമയത്ത് നമ്മളെല്ലാവരും അതിനെ എതിർത്ത് സംസാരിച്ച സമയത്ത് അവരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് ഇനി അവർക്ക് ഇനിയിപ്പോൾ എന്താണ് ഇനി പ്രതികരിക്കാനുള്ളത്? കാര്യം സ്വന്തം തന്ത പറഞ്ഞ ഡയലോഗാണ്, മകളുടെ ഡെഡ് ബോഡി കൊടുക്കണമെങ്കിൽ ഇവിടെ കുറച്ച് പൈസ ചിലവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അത് സെറ്റിൽ ചെയ്യണമെന്ന്. ഏകദേശം 3 കണ്ടീഷനായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത്. അതിലെ ഒരു കണ്ടീഷനാണിത്. ചില വാക്കുകളൊക്കെ കേൾക്കാം. എന്നോട് പോലും ഈ 3ാമത്തെ കണ്ടീഷൻ എന്നോട് പറഞ്ഞിരുന്നില്ല. ഞാൻ മിനിയാന്നാണ് അതോ 4ാം നാളാണോ ഞാൻ ഈ വിവരം പറഞ്ഞു. വിവരം അറിഞ്ഞ, പക്ഷെ ഞാൻ ആരോടും വെളിയിൽ ഞാൻ വിട്ടില്ല. ഇപ്പൊ അപ്നാദേശ് ടിവിയിൽ തന്നെ ഇത് പറയുന്നുമുണ്ട്. അപ്പോൾ ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ, സ്വന്തം മകളുടെയും കൊച്ചുമക്കളുടെയും മൃതദേഹങ്ങള് വെച്ച് വില പറഞ്ഞ് ആ അപ്പനെ, ഷൈനിയുടെ അപ്പനെ എന്ത് വിളിക്കണം? അല്ല, ആ ഷൈനിയുടെ വീട്ടുകാരെ എന്ത് വിളിക്കണം? അതുകൊണ്ട് നമ്മൾ ചിന്തിക്കണം. അതൊന്ന്. 2, ആ കണ്ടീഷൻ സമ്മതിച്ച് ആ കാശും കൊടുത്ത് ഈ ബോഡി ഇവർക്ക് ഇങ്ങോട്ട് കൊണ്ടുവരേണ്ട എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടായിരുന്നോ? ഒരാവശ്യം ഉണ്ടായിരുന്നില്ല. അവരുടനെ വാശി പിടിച്ചു, ശരി എന്നാൽ കാശ് കൊടുത്തിട്ടാണ്, കാശ് കൊടുത്തിട്ട് തന്നെ നമ്മുടെ ഭാഗം വിജയിക്കണം. ഇതാണ് അവർക്ക് പറ്റിയ ഏറ്റവും വലിയ തെറ്റതാണ്. അവർക്ക് ശരിയാണ്, അവിടെ ഒരു സംഭവം ദുരന്തം ഉണ്ടായി, നമ്മുടെ ആരുടെ ഭാഗത്ത് തെറ്റ് എന്നുള്ള കാര്യം നമുക്കറിയത്തില്ല. തെറ്റുണ്ടായി, 2 പേരുടെ ഭാഗത്ത് തെറ്റുണ്ടായി. എങ്കില് അവരെ ചെയ്യേണ്ടിയിരുന്നത്, എന്റെ അഭിപ്രായത്തിൽ ചെയ്യേണ്ടിയിരുന്നത്, അവരെ പോലീസ് സ്റ്റേഷനിൽ പോയി പറയുക, ഇന്നപോലെ ഞങ്ങൾക്ക് ബോഡി കാണണം എന്ന് പറഞ്ഞാൽ പോലീസുകാർ അത് അറേഞ്ച് ചെയ്ത് കൊടുത്താൽ അത് അവിടെ തന്നെ അടക്കം ചെയ്ത് ഇത്രയും ഈ വിവാദങ്ങളിലേക്ക് വരില്ലായിരുന്നു. അപ്പൊ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്, ദയവേത് നിങ്ങൾ ഈ വാട്സപ്പില് ചേന്നാക്കുഴി അച്ഛനെ പറ്റി അച്ഛൻ അങ്ങനെ ചെയ്തില്ല ഇങ്ങനെ ചെയ്തില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അതെല്ലാം തെറ്റാണ്. ഈ കാര്യം എനിക്കറിയാം കേട്ടോ. ബാക്കി എന്നൊക്കെ വാട്സപ്പിൽ വരുന്നുണ്ട് എന്നുള്ള കാര്യം എനിക്കറിയില്ല. ഈ കാര്യത്തിൽ നമ്മുടെ അച്ഛന്റെ ചുമതലകൾ കൃത്യമായി ചെയ്തിട്ടുണ്ട് കേട്ടോ. വല്ലാത്തൊരു വിധിയായിരുന്നു ഷൈനിയുടേതും മക്കളുടേതൊന്നും വ്യക്തമാക്കുന്നതാണ് ഈ ശബ്ദരേഖ. ഷൈനിയുടെ മരണത്തിന് ഷൈനിയുടെ ഭർത്താവ് നോബിയും ഭർത്താവിന്റെ ചേട്ടൻ ബോബി എന്ന വൈദികനും പിതാവ് ലൂക്കോസും മാത്രമല്ല, ഷൈനിയുടെ പിതാവും കുടുംബാംഗങ്ങളും ഉത്തരവാദികളാണ് എന്നതിന് ഇതിനേക്കാൾ വേറെ ഒരു തെളിവിന്റെ ആവശ്യമില്ല. ഇതൊക്കെ തന്നെ മെയിൻ ആയിട്ടുള്ള കാരണം. കാര്യം ഞാൻ അന്നേ പറയുന്നുണ്ടായിരുന്നു, കാര്യം ഈ വീട്ടുകാരുടെ ഭാഗത്തു നിന്നുള്ള ഒരു മാനസികമായിട്ടുള്ള പീഡനം ഉണ്ടല്ലോ, അതും കൂടി സഹിക്കാൻ പറ്റാതെയാണ് ഈ ഷൈനി ഇറങ്ങി പോകുന്നത്. ശരിക്കും ഈ പറയുന്ന തന്തയുടെയൊക്കെ പേരിൽ പോലീസുകാർ കേസെടുക്കണം. കാര്യം ആത്മഹത്യ പ്രേരണ കുറ്റം ഒരാൾക്ക് മാത്രമല്ല, എല്ലാവർക്കും കൂടി കൊടുക്കണം.
പിന്നെ ഇതിനകത്ത് പറയാനുള്ളത് ഈ ബോഡി ഭർത്താവിന് വിട്ടുകൊടുക്കുന്നതിൻ്റെ കാര്യങ്ങളൊക്കെയായിരുന്നു പറയുന്നത്. അതായത് ഭർത്താവിൻ്റെ വീട്ടിലോട്ട് ബോഡി കൊണ്ടുപോകുന്നതിൻ്റെ കാര്യങ്ങൾ. ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഒന്നും ഒരു ആവശ്യം അവിടെ വരുന്നില്ല. കാര്യം ഭർത്താവിൽ നിന്ന് ക്രൂരമായ പീഡനങ്ങളാണ് ഈ ഷൈനി ഏറ്റുവാങ്ങിയത്. പിന്നെ എന്തിനാണ് ബോഡി ഈ ഭർത്താവ് എന്ന് പറയുന്നവൻ്റെ വീട്ടിലോട്ട് കൊണ്ട് കൊടുക്കേണ്ട കാര്യം എന്താണ്? അതിൻ്റെ ഒന്നും ഒരു ആവശ്യം അവിടെ വരുന്നില്ലായിരുന്നു. ശരിക്കും ഇപ്പോൾ അവൻ ഭയങ്കരമായിട്ട് പൊട്ടിക്കരയുന്നെന്നാണ് പറയുന്നത്. ചെയ്ത തെറ്റുകളിലൂടെ അവന് ഭയങ്കര പശ്ചാത്താപം ഉണ്ടെന്നുള്ള രീതിയിൽ. ഇവരൊക്കെ നാണോ മാനോ ഉണ്ടോ? ഇവരൊക്കെ ഇത്തിരിയെങ്കിലും ഒരു മര്യാദ അല്ലെങ്കിൽ ഇത്തിരിയെങ്കിലും ഒരു സ്നേഹം അവരുടെ അടുത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ അവരിങ്ങനെ പോയി ചെയ്യുമോ? 2 പിള്ളേരെയും കെട്ടിപ്പിടിച്ചിട്ട് അവർ ട്രെയിനിൻ്റെ മുന്നിൽ പോയിട്ട് ആത്മഹത്യ ചെയ്യുമോ? സ്വന്തം വീട്ടിൽ നിന്ന് സപ്പോർട്ടില്ല, ഭർത്താവിൻ്റെ ഭാഗത്ത് നിന്ന് സപ്പോർട്ടില്ല. എന്നിട്ട് ഇപ്പം മരിച്ചു കഴിഞ്ഞ് കിടന്നിട്ട് ആ ഒരു ഡെഡ് ബോഡി വിട്ടു കൊടുക്കണമെങ്കിൽ അവിടുത്തെ കാശും കാര്യങ്ങളൊക്കെ സെറ്റിൽ ചെയ്യണമെന്ന്. കഷ്ടം തന്നെ എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക.